വന്നിട്ടുള്ളത് ഒരു ബൈക്ക് റൈഡിങ്, അതായത് ബഗ്ഗി റൈഡിങ്. കുട്ടികൾക്ക് ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഞാനും മിക്കയും മക്കളും കൂടിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ എൻ്റെ രണ്ട് കുട്ടികൾ, ചെറിയ രണ്ട് മക്കൾ സനയും അമലും കൂടെ ഒരു ബഗ്ഗി റൈഡിങ്ങിന് വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അവർക്ക് അതിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഇപ്പോൾ കോവിഡും കാര്യങ്ങളും കാരണം നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക് അങ്ങനെയുള്ളതൊന്നും ഓപ്പൺ അല്ലല്ലോ. അപ്പോൾ ഇത് ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഒരു 6:30 മണിയായിട്ടുണ്ടാവും ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുന്നത്. പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൻസൊക്കെ ഉണ്ടായിരുന്നു. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹയിൽ എന്ന സ്ഥലത്താണ്, മസ്കറ്റിലെ അൽഹയിൽ എന്ന സ്ഥലത്ത് ആണ് നമുക്ക് ഈ ബഗ്ഗി റൈഡ്സ് ഉള്ളത്. ഞങ്ങളവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങളവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് അവിടേക്ക് നമുക്ക് ടോക്കൺ അല്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കവിടെ പൈസ കൊടുക്കലും അതിൻ്റെ ഒരു സ്ലിപ്പ് നമുക്കവിടെ ഒരു ചെറിയൊരു ഫോം അവിടെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്, നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ. ഇത് പല തരത്തിലുള്ള ബൈക്കുകൾ അവിടെ നമുക്ക് കിട്ടും. റൈഡിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും വരെ ഉള്ള ബൈക്കുകളും അതുപോലെ തന്നെ റൈഡിന് പറ്റിയ എല്ലാ ബൈക്ക് ഐറ്റംസുകളും അവിടെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് പ്രായത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഞങ്ങൾ മോനെയാണ് അതിൽ 2 പേരെയാണ് അതിലിരുത്താമെന്ന് കരുതിയത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 2 പേർക്കും ഓരോന്ന് എടുക്കേണ്ടി വരും എന്നാണ് കരുതിയത്. ഈ കാണുന്ന കാറ് പോലത്തെ ഇതിന് 8 റിയാലാണ് അരമണിക്കൂറിന് പറഞ്ഞത്. ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ബൈക്ക് പോലത്തെ മതി എന്ന് പറഞ്ഞു മോന് അമൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതാണ് എടുത്തത്. അത് അരമണിക്കൂറിന് 5 റിയാലാണ് ഉള്ളത്. ഇതിനാണ് 8 റിയാലുള്ളത്. അതുപോലെ ഓരോ തരത്തിനനുസരിച്ചിട്ട് റേറ്റിലും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമ്മളെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത് അവർക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അവർ തന്നെയാണ് അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുട്ടികളുടെ നല്ല തിരക്കം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളും കാരണം പാർക്കും അതുപോലെ ഓപ്പൺ സ്പേസൊന്നും അവർക്കില്ല. ഇവിടെ അല്ല, മസ്കറ്റിൽ ഒക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതാകുമ്പോൾ കുട്ടികൾക്കൊന്ന് ഇടയ്ക്കൊന്ന് അവർക്കൊരു എൻജോയ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു രസം തോന്നി. അങ്ങനെ ഞങ്ങളും പോയതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവർക്ക്. നമുക്ക് ഒരേ മണിക്കൂറിനനുസരിച്ചിട്ട് അരമണിക്കൂർ, 1 മണിക്കൂർ അങ്ങനെയാണ്. അപ്പോൾ അവരാദ്യം നമുക്ക് അരമണിക്കൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മോനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും ഹെൽമെറ്റ്, ആദ്യം മോൾക്ക് ഹെൽമെറ്റ് എടുത്തപ്പോൾ അത് ചെറിയതാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് പാകമല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഹെൽമെറ്റ് അവൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി പോയി. ഒരുപാട് ഹെൽമെറ്റുകളും അതുപോലെ ഒരുവിധമൊക്കെ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ആൾക്കാർ തന്നെ കുട്ടികളുടെ കൂടെ തന്നെ ഒപ്പം പോകുന്നുണ്ട്. കാരണം ഏതെങ്കിലും കുട്ടികൾക്ക് ഓഫായിട്ടൊക്കെ ഇടയ്ക്ക് നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ പേരൻസ് നമുക്ക് പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ തന്നെ ഈ വണ്ടിയായിട്ട് തന്നെ പോയിട്ട് കുട്ടികൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ 2 പേർക്കും ഓരോന്ന് എടുക്കാമെന്നൊരു കരുതിയത്. അപ്പോൾ നല്ലൊരു ബയ്യാണ്. അപ്പോൾ ആ ബയ്യ പറഞ്ഞ് 2 പേരും ഇതിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. മാത്രമല്ല ഇനിയിപ്പോൾ ടൈം വേണമെങ്കിൽ കുറച്ച് ഒരാൾ പോയി അത് കഴിഞ്ഞ് അടുത്ത ആൾ പോകും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഞങ്ങളെടുത്തിട്ടുള്ള ഈ ബൈക്കിന് 5 റിയാലാണ്, അരമണിക്കൂറിന് 5 റിയാലാണ് അവർ പറഞ്ഞത്. പക്ഷെ നല്ലൊരു ബൈയായിരുന്നു. നമ്മളെ 40 മിനിറ്റ്സ് 45 മിനിറ്റ്സൊക്കെ മക്കൾക്ക് അലവ് ചെയ്ത് 2 പേരും ശരിക്കും എൻജോയ് ചെയ്ത്. 2 പേരും സെപ്പറേറ്റും പോയി, ഒരുമിച്ചും പോയി. അങ്ങനെ ശരിക്കും മക്കൾ എൻജോയ് ചെയ്ത്.
ഇത് നമുക്ക് ഇവിടെയുള്ള മസ്കറ്റിലുള്ള ആളുകൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. പിന്നെ നിലത്താണെങ്കിലും പൂഴി പോലത്തെ സ്ഥലമാണ്, നമ്മളെ പൂഴിയാണ്. അപ്പോൾ അങ്ങനെ വീണാലും വലിയ കാര്യമായിട്ടൊന്നും അവർക്ക് പരിക്കൊന്നും പറ്റില്ല. പിന്നെ അതിനുള്ള കുറച്ച് സെക്യൂരിറ്റി അവർ ചെയ്യുന്നുണ്ട്. കാരണം ഹെൽമെറ്റും അതുപോലെയുള്ള ഒപ്പം അവർ ഈ യൂണിഫോം ഇട്ടിട്ടുള്ള ഈ ബൈക്കിൽ പോണ കാണുന്ന ഈ ആൾക്കാർ അവർ ഇതിൻ്റെ ആൾക്കാർ തന്നെയാണ്. കാരണം കുട്ടികൾ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവർക്ക് ഓടിക്കാനായിട്ട്, കുറേ സ്ഥലമുണ്ട്. ഇതിപ്പോൾ രാത്രി ടൈമത്തെ ഒരു വ്യൂ ആണിത്. ഇത് മോർണിംഗ് ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങൾ ഈ ടൈമിലാണ് പോവാറുള്ളത്. മുന്നൊക്കെ പോയിട്ടുള്ള സമയത്ത് നമുക്ക് യൂട്യൂബും ചാനലൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതായപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ മസ്കറ്റിലുള്ളവർക്ക് ഇനിയിപ്പോൾ പോകണമെന്ന് ഇത് പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് കുറച്ച് നേരം എൻ്റർടൈൻമെൻ്റ് ആവാനും നല്ലതാണെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ മോന് പോയിട്ടുണ്ട്, അവൻ്റെ വരവും കാത്തിട്ട് മോള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ശരിക്കും മക്കളെ എൻജോയ് ചെയ്ത്. ഇവിടെ നാഷണൽ ഡേയുടെ ലീവ് തുടങ്ങിയിരിക്കുകയാണ്. ഇക്കാക്ക് ഒരു 4-5 ദിവസം ലീവുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു 4-5 ദിവസം പപ്പാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് മക്കൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. പപ്പായുടെ ലീവും കാത്തിരിക്കും കുട്ടികൾ എൻജോയ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കൊറോണ ആയ കാരണം നമുക്ക് എവിടെയും മറ്റു സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് മക്കളെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആണല്ലോ നമ്മളെല്ലാം ചെയ്യണത് തന്നെ. അവരെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അവരെക്കാൾ കൂടുതൽ സന്തോഷം അവരെ സന്തോഷം കാണുമ്പോൾ നമ്മൾ പേരൻസിനാണ്. അത് ഓരോ പേരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. ഞാൻ ഞങ്ങളെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ പേരൻസിനും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മസ്കറ്റിലുള്ള എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മക്കളെ കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയിട്ട് മക്കളെ ഇതിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കുക. അതിനു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇനി ഞാൻ നിങ്ങളെ ഈ തുടർന്ന് വീഡിയോ കണ്ടു നോക്കുക. ഇനി ഞാൻ അധികം പറയുന്നില്ല. മക്കളെ വീഡിയോ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ. ഇത് ചിലവർ വിചാരിക്കും ഇത് എന്താണ് ഇപ്പോൾ ഇത് മാത്രം, ഇപ്പോൾ ഇതെന്താ ഇപ്പോൾ വീഡിയോ ഇടാനുള്ളത് എന്ന് കരുതും. പക്ഷേ അങ്ങനെ ആരും വിചാരിക്കരുത്. കാരണം ഇത് നമ്മുടെ ഒരു സന്തോഷം, കുട്ടികളുടെ ഒരു സന്തോഷം, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അവർ വളരെ ഹാപ്പി ആയിരുന്നു. അവർ രണ്ടുപേരും ശരിക്കും എൻജോയ് ചെയ്ത് നല്ലൊരു ഡേ ആയിരുന്നു അവർക്കെന്ന്. അപ്പോൾ അത് നിങ്ങളും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, പിന്നെ നിങ്ങൾ ചിന്തിക്കണതൊക്കെ നിങ്ങൾ ഓരോരുത്തരതിനനുസരിച്ചിട്ട് ആണ് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കമൻ്റ് ഇടുന്നതും അതെല്ലാം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണതും ഡിസ്ലൈക്ക് ചെയ്യണതും അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ മേടിച്ചിട്ട് അവർ പോകുമ്പോൾ എൻ്റെ ക്യാമറയും കൂടെ അവർ കൊണ്ടുപോയതാണ്. അതാണ് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ബ്ലാങ്ക് ആയ പോലെ കണ്ടത്.
അങ്ങനെ നമ്മുടെ ടൈം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവർ കുട്ടികൾക്കും എല്ലാവർക്കും അവർ സാനിറ്റൈസ് ചെയ്ത് അതിന് ശേഷം അവർ ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം അവർ ഊരി മേടിച്ച് നമ്മൾ തിരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് വലിയ വീഡിയോ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, എന്നാലും നമ്മൾ കുട്ടികൾ കുറച്ച് എൻജോയ് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.